ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ നിലപാട് വന്നത് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന നേരിടുന്ന ആ പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ ഇറങ്ങി. അദ്ദേഹം പൂർണ്ണമായും അതിൽ പാളിപ്പോവുകയായിരുന്നു. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്ത് വരുന്നു. അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നു. പിന്നീട് വൈസ് പ്രസിഡന്റ് മറ്റൊരു വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല വന്ന് ഈ അമ്മ ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത്, കാലങ്ങളായി പല പരാതികളും ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആയിരുന്നില്ല ഒരു സംഘടന മുന്നോട്ട് പോകേണ്ടതെന്ന വാക്കുകൾ വരുന്നു. അങ്ങനെ അമ്മയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തിരുത്തലുകൾ ഉണ്ടാകുന്നു. ആ തിരുത്തൽ ശബ്ദങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഭരണസമിതിക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നിരിക്കുന്നത്. അപ്പോഴും നമ്മൾ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യമെന്നത് സംഘടനയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് തങ്ങൾ ഒഴിയുന്നത് എന്ന മോഹൻലാലിന്റെ വാക്കുകളാണ്. അതായത് ആ സംഘടനയ്ക്കുള്ളിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവും ബോധ്യവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ വാക്കുകളെ നമുക്ക് ഒരു പ്രത്യാശയോടുകൂടി വേണമെങ്കിൽ കാണാം. കാരണം പുതിയൊരു നേതൃത്വം വരികയാണ്. ആ പുതിയ നേതൃത്വത്തിന് ആ സംഘടനയെ ശക്തമായും ജനാധിപത്യപരമായും നയിക്കാൻ കഴിയട്ടെ എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിതിലെ പല ഭാരവാഹികളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ ഉയർത്തിയിരുന്ന ഒരു പ്രശ്നം എന്നത് ഈ സംഘടനയിൽ വർഷത്തിലൊരിക്കൽ ഒരു ജനറൽ ബോഡി നടക്കും. അത് ജൂൺ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ആ ഒരു ദിവസമാണ് ഇതിലെ 506 അംഗങ്ങൾക്കും ഒരുമിച്ച് കാണാനും അവരുടെ അഭിപ്രായങ്ങൾ ഒരുമിച്ച് പറയാനുമൊക്കെ ഉള്ള ഒരു അവസരമുള്ളത്. മറ്റ് സമയങ്ങളിലെല്ലാം തന്നെ ഈ സംഘടനയെ നയിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പല സമയങ്ങളിലും സ്ഥിരം മുഖങ്ങൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പലയിടത്തും വരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. അവർക്ക് പല താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന വിമർശനം ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു. ജനാധിപത്യ ബോധം സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനം അതിൽ നിന്ന് വരുന്നു. അതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ അറ്റത്തേക്ക് വരുമ്പോഴാണ് ഈ വാർത്താക്കുറിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സംഘടനയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പടിയിറങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികപ്പെടുത്താൻ കെൽപ്പുള്ള നേതൃത്വം വരട്ടെ. ഇപ്പം പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നടി ഉഷ ഹസീന പറയുന്നു, അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്, ചെറുപ്പക്കാർ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് പറയുന്നു.